ഈശോയുടെ പ്രാർത്ഥനയിലൂടെയുള്ള ആ കൃപ ഈ ലാസറിലേക്ക് ഒഴുകാൻ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ലാസർമാരുണ്ട്. എന്നാൽ ഇവരെല്ലാം ഉയർപ്പിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കല്ല വേണ്ടത്, നമ്മൾ യേശുവിൻ്റെ അടുത്ത് ഇരിക്കുക, യേശു പ്രാർത്ഥിക്കുക. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. മാർത്ത വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടേ. നിൻ്റെ ആ പ്രാർത്ഥനയുടെ ഫലം മുഴുവനും എൻ്റെ വിശ്വാസത്തിലൂടെ എൻ്റെ സഹോദരനിലേക്ക് ഒഴുകും. ഇതാണ് ഒന്ന്. രണ്ടാമത്, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഇനി എന്ത് വേണം? ഈശോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് അതിനൊരു അവസരങ്ങളുണ്ട്. നിങ്ങൾ അധികമൊന്നും പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? ഈശോയെ നീ പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളതെല്ലാം റിസീവ് ചെയ്യുക. ജസ്റ്റ് റിസീവ് ഇറ്റ്. നിങ്ങൾ സ്വീകരിക്കുക. ഈശോ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്ന ആ കൃപ നിങ്ങൾ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിപ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ഹൃദയത്തിലൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, എനിക്കറിഞ്ഞുകൂടാ, എന്ത് വിധത്തിൽ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എനിക്കറിയാം, പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശരിയാവും, എല്ലാം നവീകരിക്കപ്പെടും. പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് പറഞ്ഞ്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇനി വീണ്ടും അങ്ങനെ പറഞ്ഞിട്ട് ആ പറച്ചിൽ ഗദ്ഗതങ്ങളായിട്ട് ഉയർന്ന് വലിയ ഭാഷാവരത്തിലായിട്ട് ശബ്ദമുയർത്തി അങ്ങ് പ്രാർത്ഥിക്കണം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന യേശുവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണമേ. എല്ലാവരും അധരം തുറന്ന് ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഭാഷാവരങ്ങൾ ഇപ്പോൾ ലഭിക്കും. പുതിയ ഭാഷാവരങ്ങൾ ലഭിക്കും. ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോ പരിശുദ്ധാത്മാവ്, ഇപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ പുതിയതാക്കുന്നതിനും പുതിയ വരദാനങ്ങൾ തുറക്കുന്നതിനും വിളിക്കുള്ളിലെ വിളി തുറക്കുന്നതിനെല്ലാം പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബലഹീനതയിൽ ആത്മാവ് സഹായിക്കണമേ. ഒരിക്കൽ കൂടി അധരം തുറക്കൂ. നാവിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. ഹൃദയം അടഞ്ഞ ഹൃദയത്തിലേക്ക് തുറന്നു വെക്കുന്നു. അടഞ്ഞ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന ഉയർപ്പിന്റെ ആത്മാവേ, യേശുവേ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവ് ഇതാ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പോപ്പ് ഫ്രാൻസിസിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർദിനാളുമാരും വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബിഷപ്പുമാരിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എല്ലാ സമർപ്പിതരിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികളിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരിലും, മനുഷ്യവംശം മുഴുവനിലും വസിക്കുന്ന
പുത്തനാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ. ശന്തല്ലഭ ശന്തല്ലഭ ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളിൽ നൽകിയിരിക്കുന്ന ആ വരദാനങ്ങൾ ജ്വലിപ്പിക്കണമേ. കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത വലിയ കാര്യങ്ങളാണ് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് അവയെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ വരെ വെളിപ്പെടുത്തി തരുന്നു. ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചോളൂ. പരിശുദ്ധാത്മാവിത പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഒന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കുക. കൈയടിച്ച് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ കത്തിപ്പടരണേ. ഞങ്ങളിൽ കത്തിപ്പടരുന്ന പരിശുദ്ധാത്മാവ്, ഞങ്ങളെ ജ്വലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, ഓ പുത്തനാത്മാവ്, പുതിയ അഭിഷേകം നൽകുന്ന പരിശുദ്ധാത്മാവ്, പുതിയ പ്രാർത്ഥന പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, ഞങ്ങളിൽ പുതിയ ചക്രവാളം തുറക്കണമേ. പുതിയ വിളി ഉണ്ടാകണേ. പുതിയ ചക്രവാളം തുറക്കണമേ. വിളിക്കുള്ളിലെ വിളി തുറക്കണമേ. വരദാനങ്ങൾ അഭിഷേകമാക്കണമേ. ഞങ്ങളിലുള്ള ശക്തി ഒഴുകണമേ. ശക്തി ഓരോ സിസ്റ്ററും ഓരോരുത്തരും വിശുദ്ധരാണ്. ഞങ്ങൾ വിശുദ്ധരാണ്. വിശുദ്ധിയുടെ ശക്തി ഞങ്ങളിൽ ഒഴുക്കണമേ. ഉയർപ്പിന്റെ ശക്തി ഞങ്ങളിൽ ഒഴുക്കണമേ. മഗ്ദലന മറിയത്തിനാണ് ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം ദർശനം കൊടുത്തത് മഗ്ദലന മറിയത്തിനാണെങ്കിൽ ചന്ദലഹ അങ്ങയുടെ മണവാട്ടിമാരായ ഞങ്ങൾ ഓരോരുത്തരിലേക്കും അങ്ങയുടെ അത്ഭുത ശക്തി ഒഴുക്കും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ തളർച്ചകൾ എടുത്ത് മാറ്റണമേ. ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ഞങ്ങളുടെ വെല്ലുവിളികളെ സ്വീകരിക്കാൻ പുതിയ ഭാഷകൾ വരുന്നു. പുതിയ ഭാഷാവരങ്ങൾ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും. എല്ലാവരും ശബ്ദം ഉയർത്തി. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. എല്ലാവരും പൂർണ്ണ വിശ്വാസത്തോടെ ശബ്ദമുയർത്തി. ബലവാനാം കർത്താവെന്നേക്കും. With full confidence. ദൈവം നമ്മോട് കൂടെ. നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ സഹായിയാണ് പരിശുദ്ധാത്മാവ്. ഒരിക്കൽ കൂടി പൂർണ്ണബോധ്യത്തോടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം
നമ്മുടെ തുണയെന്നും. പൂർണ്ണ നന്ദിയോടെ നമ്മൾ ഈ ആരാധനയുടെ സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് മുട്ടുകുത്തി ഹൃദയം നിറഞ്ഞ ഒരു അനുഭവത്തിലേക്ക്, നമ്മളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഈ ത്രിത്വൈക ദൈവം നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നു. നമ്മുടെ സ്വന്തമാണ് ഈശോ, നമ്മുടെ സ്വന്തമാണ്. നമ്മുടെ വാത്സല്യത്തോടെ, ആ പിതാവിൻ്റെ വാത്സല്യം, നാം ദൈവ മക്കളാണ്, അങ്ങനെയാണ്. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരീ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. Thank you, Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. നന്ദി യേശുവേ, നന്ദി. നന്ദി യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ, പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ, വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാം
കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. താങ്ക് യു. നമുക്കിരിക്കാം. പ്രൈസ് ദ ലോർഡ്. നമ്മളുടെ സിസ്റ്റർമാരുടെ ധ്യാനം പ്രത്യേകിച്ചും നിശബ്ദതയാണല്ലോ. ആ നിശബ്ദതയുടെ ആ കാര്യം പറയാൻ മറന്നുപോയി. ചിലപ്പോൾ ഇതായിരിക്കും സമയം. ഈ സംസ്കാരം, അവൻ കബറിടത്തിലായിരുന്നപ്പോഴത്തെ അവസ്ഥയാണ് നിശബ്ദത, അല്ലേ? നിശബ്ദത, ഏകാന്തത. നമുക്ക് ഏറ്റവും പ്രയാസമുള്ളത് ഏകാന്തതയാണെന്ന് ചിലർ പറയാറുണ്ട്. ബ്രദർ, ഈ ഏകാന്തത സഹിക്കാൻ പറ്റണില്ല. ചിലപ്പോൾ അച്ഛന്മാരും അങ്ങനെ പറയാറുണ്ട്. ഇവിടെ ഒന്നും അധികമില്ല, ചില സ്ഥലങ്ങളിലൊക്കെ പള്ളിയിൽ പള്ളിമേടയുണ്ട്, പിന്നെ ചുറ്റും മുഴുവനും ഒരു വനങ്ങൾ പോലെയുള്ള സ്ഥലമായിരിക്കാം, പട്ടികളുടെ ഒച്ചയും ഇതൊക്കെയൊക്കെ ആയിരിക്കും. ഏകാന്തത എന്ന മാതിരി തന്നെയാണ് ചിലപ്പോൾ എല്ലാം സിസ്റ്റേഴ്സിനും. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും എത്ര വലിയ സമൂഹത്തിലാണെങ്കിലും ഒരു ഏകാന്തത അവനിലുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അത് വലിയൊരു രഹസ്യമാണ്. അതാണ് ഈശോ കബറിടത്തിൽ അനുഭവിച്ചത്. കുരിശിൽ കിടക്കുമ്പോഴും ഈശോയ്ക്ക് ഏകാന്തത ഉണ്ടായിരുന്നില്ല, ഇല്ലേ? കുരിശിൽ കിടക്കുമ്പോഴും കൂടെ ആൾക്കാരുണ്ടായിരുന്നു. അതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് കോണ്ടംപ്ലേഷനിൽ, പ്രത്യേകിച്ച് കർമ്മലീത്ത കോണ്ടംപ്ലേഷൻ എല്ലാവരുടെയും അത് തന്നെയാണ്. കർമ്മലീത്ത അല്ലെങ്കിൽ യോഹന്നാൻ ക്രൂസ് അമ്മത്രേസ്യൊക്കെ അതിനെ അങ്ങ് വിവരിച്ച് തന്നെന്നുള്ളത്. ഈ ഏകാന്തതയാണ് ഈശോയുടെ സോളിറ്റ്യൂഡ്, ഈശോയുടെ ആ സോളിറ്റ്യൂഡ് അനുഭവം.